വിജയമൊരിക്കലും വേഗത്തിൽ വരുന്നില്ല. അത് ചെറിയ ശ്രമങ്ങളുടെ സമാഹാരമാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നാളെയുടെ അത്ഭുതമാകാം. ഉദാഹരണമായി ഈ കഥയൊന്ന് കേൾക്കൂ. ഒരു ചെറിയ ഗ്രാമത്തിലെ സ്കൂളിൽ രവി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. സ്വപ്നം വലിയതായിരുന്നു. ഒരു മികച്ച ചിത്രകാരനാകണം. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. വരയ്ക്കാൻ പേപ്പർ പോലും കിട്ടാത്ത അവസ്ഥ. ക്ലാസ് കൂട്ടുകാരെല്ലാം ചിരിച്ചു. ഇവനോ ആർട്ടിസ്റ്റ്, പെൻസിൽ പോലുമില്ല. രവിക്ക് ഒന്നു മാത്രം ഉണ്ടായിരുന്നു, പഴയൊരു പെൻസിൽ. പ്രതിദിനം ആ പെൻസിലിന്റെ ഒടിഞ്ഞുപോയ മുനകൾ കൊണ്ടുപോലും വരയ്ക്കും. ചില ദിവസങ്ങളിൽ ചിത്രങ്ങൾ മോശമായി വരും. ചില ദിവസങ്ങളിൽ ആരും കാണാതെ പേപ്പർ കീറിക്കളയും. പക്ഷേ ഓരോ ദിവസവും കുറച്ചു വരകൾ. അതൊരിക്കലും നിർത്തിയില്ല. ഒരു ദിവസം രവി സ്കൂളിനടുത്തുള്ള കിണറിനരികിൽ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു. പാറയുടെ നടുവിൽ ഒരു ചെറിയ കുഴി. മാസ്റ്റർ പറഞ്ഞു, മകനെ, ഇതൊരു വെള്ളത്തുള്ളിയുടെ അത്ഭുതമാണ്. ഒറ്റ തുള്ളിക്ക് പാറയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ 1000 തുള്ളികൾ ഒരേ സ്ഥലത്ത് വീഴുമ്പോൾ പാറ പോലും വഴങ്ങും. ആ വാക്കുകൾ രവിയുടെ മനസ്സിൽ പതിഞ്ഞു. എൻ്റെ വരകളും അങ്ങനെയല്ലേ? ചെറിയൊരു വരക്ക് ഇന്ന് വിലയില്ലെങ്കിലും നാളെയൊന്ന് രൂപപ്പെടും. വർഷങ്ങൾ കടന്നു. കൂട്ടുകാരുടെ ചിരി, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, മെറ്റീരിയൽ ഇല്ലായ്മ ഒന്നും അവനെ തടഞ്ഞില്ല. പ്രതിദിനം ചെറിയൊരു വര, പ്രതിദിനം ചെറിയൊരു പരിശ്രമം. ഒടുവിൽ ഒരു ഫൈൻ ആർട്സ് മത്സരത്തിൽ രവി പങ്കെടുത്തു. അവൻ്റെ ചിത്രം കണ്ടു എല്ലാവരും ഞെട്ടി. ഇത്ര മനോഹരമായ വരകൾ! ജഡ്ജിമാർ പറഞ്ഞു, നിനക്ക് ഒരു പെൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്ഥിരത നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രവി വലിയ ആർട്ടിസ്റ്റ്. അവൻ തൻ്റെ കഥ പറയുമ്പോൾ ഒരേയൊരു വാചകം മാത്രമേ പറയുന്നു. ഒറ്റ ശ്രമം വലിയൊരു മാറ്റം കൊണ്ടുവരില്ല. പക്ഷേ ഓരോ ദിവസവും ചെറുതായി ചെയ്യുന്ന ശ്രമങ്ങൾ, അതാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, ഓർക്കുക, വിജയം ഒരിക്കലും വേഗത്തിൽ വരുന്നില്ല. അത് ചെറിയ ശ്രമങ്ങളുടെ സമാഹാരമാണ്. പാറയെ മാറ്റുന്ന തുള്ളികൾ പോലെ ജീവിതത്തെ മാറ്റുന്നത് നിങ്ങളുടെ സ്ഥിരത തന്നെയാണ്. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. ചെറുതായാലും ഇന്നത്തെ ശ്രമം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് പ്രചോദനം കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവിതമാറ്റങ്ങളുടെ ചിന്തകളും കഥകളുമായി വീണ്ടും വരാം.